ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും. ഇപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ട്രൈ ചെയ്ത് നോക്കേണ്ടത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും ഗ്ലോയിങ് സ്കിന്ന് കിട്ടും. അതോടൊപ്പം തന്നെ ഡൾ ആയിട്ടുള്ള സ്കിന്ന് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ പറ്റും. ഒരു കാര്യമുണ്ട്, ഈ ഒരു മോയ്സ്ചറൈസർ നമ്മൾ ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളൂ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഗ്ലോയിങ് സ്കിന്നൊക്കെ കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള ഒരു പാക്കേജിംഗ് ആണ്. കളറൊക്കെ നല്ല വൈബ്രൻ്റ് ആയിട്ടുള്ള കളേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ക്ലെൻസ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് നമ്മൾ സിറം യൂസ് ചെയ്തതിന് ശേഷമാണ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. മോയ്സ്ചറൈസർ നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിൻ്റെ മെയിൻ കാരണം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നാമത് നമ്മുടെ സ്കിന്ന് ഡൾ ആണെങ്കിൽ ആ ഒരു ഡൾനെസ് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട്, ഇനിയിപ്പോൾ പിഗ്മെൻറ്റേഷനൊക്കെ കൊണ്ട് വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ പിഗ്മെൻറ്റേഷനൊക്കെ റെഡ്യൂസ് ചെയ്യാനും, അതായത് ഈവൻ ടോണിലേക്കൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനും, അതോടൊപ്പം തന്നെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ ഭയങ്കര റഫൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നല്ല സ്മൂത്ത് ടെക്സ്ചറൊക്കെ ആക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷന് യാതൊരുവിധ വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. നമ്മുടെ സ്കിൻ ഹൈഡ്രേറ്റഡ് അല്ലെങ്കിൽ പ്രീമച്ചുർ ഏജിങ്, അതായത് ഭയങ്കര ചുക്കിച്ചുളിഞ്ഞ് വല്ലാത്ത രീതിക്ക് എന്താ പറയുക ഒരു ഏജിങ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ അനുഭവപ്പെടും. നമുക്കുള്ള വയസ്സിനെക്കാട്ടിലും കൂടുതൽ വയസ്സൊക്കെ തോന്നിക്കും. അതിനാരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ല അല്ലേ? അപ്പോൾ ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ആ ഒരു മോയ്സ്ചറൈസർ നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ തരുന്നുണ്ടോ ഇല്ലയോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളൊരു മോയ്സ്ചറൈസറിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഇത്രയും ബെനിഫിറ്റ് തരുന്നത് കൂടാണ്ട് സൂപ്പർ ഗ്ലോയും കൂടെ തരുന്നുണ്ട്. അതായത് എക്സാക്ട്ലി പറയുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റാണ് നമുക്ക് ഈ ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതിന് കാരണം മറ്റൊന്നുമല്ല, ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. വൈറ്റമിൻ സി ഉണ്ട്, പെപ്റ്റൈഡ്സ് ഉണ്ട്, പിന്നെ ഏതും പോരാനിട്ട് നമ്മുടെ നിയാസിനമൈഡും ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം ബെനിഫിറ്റ് എന്ന് വെച്ചാൽ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിനെ ഒന്ന് ആ ഒരു ടെക്സ്ചറൊക്കെ നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്ത് നല്ലൊരു സ്മൂത്ത് ടെക്സ്ചറൊക്കെ പ്രൊവൈഡ് ചെയ്യുക, ഗ്ലോ തരിക. അതോടൊപ്പം തന്നെ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ ഹൈഡ്രേഷൻ, അതും വെറും ഹൈഡ്രേഷൻ അല്ല, ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. നല്ലൊരു അടിപൊളി ക്യൂട്ട് പാക്കേജിംഗ് ആണ്. ജസ്റ്റ് ഇതേപോലെ ഓപ്പൺ ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കുക അതിൻ്റെ ടെക്സ്ചർ. ഈ ഫോക്സ്റ്റൈലിൻ്റെ ഒരു ഏറ്റവും അട്രാക്റ്റീവ് പാർട്ടായിട്ട് എനിക്ക് തോന്നിയത് അമേസിങ് ലവബിൾ ആയിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ആണ് കേട്ടോ. കിടിലൻ സ്മെല്ലാണ്. നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയാൽ വീണ്ടും വീണ്ടും അപ്ലൈ ചെയ്യാൻ വേണ്ടി ഇഷ്ടപ്പെടും. അപ്പോൾ മോയ്സ്ചറൈസർ നമ്മൾ നീഡഡ് ക്വാണ്ടിറ്റി, അതായത് നമ്മുടെ ഫേസിൽ ഇതേപോലെ ഡോട്ട് ആയിട്ട് അപ്ലൈ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പം തന്നെ ഞാൻ ലൈവായിട്ട് നിങ്ങളുടെ അടുത്ത ആ ഒരു സൂപ്പർ ഗ്ലോ എന്തുമാത്രം ഉണ്ട്, ഈ ഒരു മോയ്സ്ചറൈസർ ഇടുമ്പോൾ ഉള്ള ആ ഒരു ഡിഫറൻസ് എന്താണെന്ന് കാണിച്ചു തരാം. നെക്കിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഓർക്കുക കേട്ടോ. നെക്ക് ഒരിക്കലും നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ വിട്ടു പോകരുത്. മാക്സിമം അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, ഇത് ആർക്കൊക്കെയാണ് സ്യൂട്ടബിൾ നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആണ് കേട്ടോ. ഇതിൻ്റെ ബെസ്റ്റ് പാർട്ടായിട്ട് അടുത്ത ഒരു കാര്യം എനിക്ക് തോന്നിയത് പ്രൈസ് തന്നെയാണ്. അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതിൻ്റെ ML വൈസ് നോക്കുകയാണെങ്കിൽ ഇത് 15 ml ഓഫ് പ്രൊഡക്റ്റിന് വരുന്നത് ബിലോ 200 ആണ് കേട്ടോ. ഒരു 190 സംതിങ് അല്ലെങ്കിൽ 170 സംതിങ് റുപ്പീസിനൊക്കെ നമുക്കിപ്പം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും നമ്മുടെ നൈക്കിലും പർപ്പിളിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം, നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ സ്കിന്നിൽ ബ്ലെൻഡ് ആയി പോകുന്നുണ്ട്, ക്യുക്കായിട്ട് അബ്സോർബ് ചെയ്യുന്നുണ്ട്. ശരിക്കും അമേസിങ് ആണ് കേട്ടോ. തൊട്ട് നോക്കുമ്പോൾ യാതൊരുവിധ സ്റ്റിക്കി ഫീലൊന്നും ഇല്ല, നല്ല സ്മൂത്ത് ടെക്സ്ചറാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു. മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇപ്പം റിസൾട്ട് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ലൊരു ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഗ്ലോ ഫിനിഷ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടില്ലേ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റിംഗ് എഫക്റ്റ് ആണ് നമ്മുടെ സ്കിന്നിന് പ്രൊവൈഡ് ചെയ്യുന്നത്. വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ടെക്സ്ചർ ആണ്. അതോടൊപ്പം തന്നെ നോൺ സ്റ്റിക്കി എന്ന് ഓൾറെഡി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ഗ്ലോയിങ് എഫക്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസിന് ഫസ്റ്റ് യൂസിൽ തന്നെ ആ ഒരു വിസിബിൾ റിസൾട്ട് കിട്ടുന്നുണ്ട്. ശരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലൊരു സൂപ്പർ ഗ്ലോ ഫിനിഷ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഡാർക്ക് സ്പോട്ടൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ സ്കിൻ നല്ല സ്മൂത്ത് ആൻഡ് സപ്പിൾ ആക്കി വെക്കാൻ വേണ്ടിയിട്ടും ആ ഒരു ഗ്ലോയിങ് ആയിട്ടുള്ള ഫീലൊക്കെ അല്ലെങ്കിൽ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു റേഡിയൻസ് ഒക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്.
അതോടൊപ്പം തന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൽ അടങ്ങിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. എങ്കിലും ഞാൻ ഒന്നുകൂടെ പറയുകയാണ് ഹീറോ ഇൻഗ്രീഡിയൻസിന്റെ കാര്യം. അതായത് വൈറ്റമിൻ സി എന്ന് പറയുന്നത് നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യും. 2 ഡീപ്പർ ആയിരിക്കും നമ്മുടെ സ്കിന്നിലേക്ക്. അതോടൊപ്പം തന്നെ അടുത്തയായിട്ട് നിയാസിനാമൈഡ് അതായത് റെഗുലേറ്റ് ദ സിന്തസിസ് ഓഫ് മെലാനിൻ പ്രൊഡക്ഷൻ ഒക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ബ്രൈറ്റർ ആകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനും നമ്മുടെ സ്കിന്നിന് ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ നമ്മൾ നിയാസിനാമൈഡ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി പെപ്റ്റൈഡിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു ടെക്സ്ചറൊക്കെ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ചെയ്യും. ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷനാണ്, പിഗ്മെൻറ്റേഷനൊക്കെ നല്ല രീതിക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഫേം സ്കിൻ, ഇതൊക്കെയാണ് നമുക്ക് പെപ്റ്റൈഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ 3 ഹീറോ ഇൻഗ്രീഡിയൻസും കൂടെ ഒന്നിച്ച് കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു റിസൾട്ട് എന്ന് വെച്ചാൽ അമേസിംഗ് ആയിട്ടുള്ള കിട്ടില്ലൻ റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ആ ഒരു റിസൾട്ട് നമുക്ക് വിസിബിൾ ആവും. അതോടൊപ്പം തന്നെ മോയ്സ്ചറൈസർ നമ്മൾ ഡെയിലി അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നമ്മുടെ സ്കിന്നിൽ ഡീപ്പായിട്ട് പെനിട്രേറ്റ് ചെയ്യുന്നതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്രത്തോളം കിടിലൻ റിസൾട്ട് ഈ ഒരു മോയ്സ്ചറൈസർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ 200 രൂപയിൽ താഴെ അല്ലെങ്കിൽ അഫോർഡബിൾ പ്രൈസിൽ നല്ലൊരു മോയ്സ്ചറൈസർ വാങ്ങാൻ നോക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഷുവറായിട്ടും പർച്ചേസ് ചെയ്യേണ്ട ഒരു മോയ്സ്ചറൈസർ തന്നെയാണ് നമ്മുടെ ഫോക്സ്റ്റൈലിൻ്റെ ഈ ഒരു സൂപ്പർ ഗ്ലോ മോയ്സ്ചറൈസർ. സംഭവം എന്താണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വാങ്ങിച്ചാലും നമുക്ക് നഷ്ടമില്ല കേട്ടോ. ഞാൻ ഒന്നുകൂടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. മറ്റൊന്നുമല്ല, ഇത്രയും കിടലിനായിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു റിവ്യൂ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ പ്രൈസ് മറക്കട്ടെ, ബിലോ 200 റുപ്പീസാണ്. അത്യാവശ്യം കിടലിനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. വാങ്ങിച്ചാലും നമുക്ക് ഷുവറായിട്ടും ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാമല്ലോ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ആ ഒരു ബെനഫിറ്റ് എന്തുമാത്രം ആണെന്ന്. എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പം ഓൾവേസ് ഡു എ പാച്ച് ടെസ്റ്റ്. അത് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് നിങ്ങളുടെ കയ്യിൽ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അതിനുശേഷം വേണം നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സ്യൂട്ടബിൾ ആയതുകൊണ്ട് തന്നെ ഓയിലി, സെൻസിറ്റീവ്, നോർമൽ എന്ത് തന്നെ സ്കിൻ ടൈപ്സ് ആണെങ്കിലും നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആണ്. യാതൊരുവിധ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ എനിക്ക് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ചെയ്തിട്ടില്ല. എങ്കിലും നിങ്ങളൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയേക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ സ്റ്റോർ ചെയ്യുമ്പം സ്റ്റോറിനെ കൂൾ ആൻഡ് ഡ്രൈ പ്ലേസിൽ വേണം സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സ്റ്റേണൽ യൂസ് ഉള്ളു കേട്ടോ. അതോടൊപ്പം തന്നെ ഐസിലൊന്നും പോവാണ്ട് സൂക്ഷിക്കുക. ഇനി നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ കാര്യത്തിലേക്ക് കുറച്ചുകൂടി ഒന്ന് വരികയാണെങ്കിൽ ഡാർക്ക് സ്പോട്ട് ആൻഡ് പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് അടിപൊളിയായിട്ട് നല്ലൊരു ലുക്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പിന്നെ ഡൾനെസ് നമുക്ക് സെക്കൻഡുകൾ കൊണ്ട് മാറ്റാൻ പറ്റും ഫസ്റ്റ് യൂസിൽ റിസൾട്ട് കിട്ടുന്ന ഒരു മോയ്സ്ചറൈസർ ആയതുകൊണ്ട്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടാറ്റാ.